വാട്സപ്പിൽ നമുക്ക് വന്നിട്ടുള്ള വോയിസ് മെസ്സേജ് അത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചാറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലുള്ളതാണ് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത് ആ ലാംഗ്വേജ് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു ഉപകാരമില്ലാത്ത 4 ലാംഗ്വേജ് ഇവർ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ, പോർച്ചുഗീസ്. ഈ ലാംഗ്വേജിൽ ആരാണ് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത്? നമ്മൾ മലയാളികളാണെങ്കിൽ മലയാളത്തിലായിരിക്കും നമുക്ക് വോയിസ് മെസ്സേജ് വരിക. ചിലപ്പോൾ നമുക്ക് ഹിന്ദിക്കാരായ ചങ്ങാതിമാരുണ്ടെങ്കിൽ ഹിന്ദിയിൽ വോയിസ് മെസ്സേജ് വരും, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തമിഴിൽ നമുക്ക് വോയിസ് മെസ്സേജ് വരും. ഇതൊക്കെയാണല്ലോ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കുക. ആ ലാംഗ്വേജ് ഒന്നും തന്നെ ഇവർ നൽകിയിട്ടുമില്ല. എന്നാൽ നമുക്ക് ഏത് ലാംഗ്വേജിലുള്ള വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാലും ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന, അതായത് ടെക്സ്റ്റാക്കി മാറ്റുന്ന ഒരു ട്രിക്ക് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ? ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഒന്ന്, നമുക്കിപ്പോൾ വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള കലപില ശബ്ദത്തിൽ നമുക്ക് ഈ വോയിസ് കേൾക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ ഇത് ടെക്സ്റ്റാക്കി മാറ്റിയാൽ നമുക്കത് വായിക്കാമല്ലോ. പിന്നെ ഓഫീസിലോ മറ്റോ നമ്മൾ ചിലപ്പോൾ മീറ്റിങ്ങിലോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്കൊരു വോയിസ് മെസ്സേജ് വന്നു, നമുക്ക് അവിടെ വെച്ച് അത് കേൾക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റിയാൽ അത് വായിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കിത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്താൽ, അതായത് ടെക്സ്റ്റാക്കി മാറ്റിയാൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇതെങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്കാണ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇവിടെ വലതുവശത്ത് മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഇൻബിൽട്ടായിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ലാംഗ്വേജിലുള്ളതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത് ആ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് താഴെയായിട്ട് ഇവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന ഭാഗമുണ്ട്. അതിലും നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഷ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇൻബിൽട്ടായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് ഉള്ളത്. ഞാൻ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തുന്നില്ല. എനിക്കിപ്പോൾ മലയാളത്തിലുള്ള ടെക്സ്റ്റ് എനിക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാം. ഓക്കെ, ഇതിലിനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നേരെ ഇതിൽ നിന്നും ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് വന്ന ഒരു വോയിസ് മെസ്സേജ്, ഇവിടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഹലോ, എവിടെയുള്ളത്? ഒരു 10 മണി നമുക്ക് ഫ്രീ ആവോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് പോയി വരാമല്ലോ. സമയം ഉണ്ടെങ്കിൽ പറ. ഓക്കെ, ഇപ്പോൾ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഇത് നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റണം. അതിനായിട്ട് ആ ഒരു വോയിസിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മോർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താൽ മതി. എനിക്കിവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ട്രാൻസ്ക്രൈബ് എന്ന ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ട. നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു വോയിസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ മലയാളത്തിൽ എനിക്ക് എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് വോയിസും ഏത് ലാംഗ്വേജിലേക്കും നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. ഇനി നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ലാംഗ്വേജ്, ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതിയ ആ ഒരു ട്രാൻസ്ലേറ്റിൻ്റെ ഐക്കണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷാണ് കാണിക്കുന്നത് ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനും സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ഉടനെ തന്നെ അത് ഇവിടെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി മലയാളം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, മലയാളത്തിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും. ഇനി ഇംഗ്ലീഷാണ് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വാട്സാപ്പിൽ വരുന്ന ഏത് വോയിസും ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും. ഇനി ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.